അപ്പോൾ ഈ ഒരു 3 ഫേസ് DBയിൽ നമുക്ക് റോട്ടറി കണക്ഷൻ എങ്ങനെ കൊടുക്കാനുള്ള ഒരു വീഡിയോ ആണ് ചെയ്യാൻ വന്നത്. അപ്പോൾ ഇതിൽ ഈ റോട്ടറി RYB എന്ന് പറഞ്ഞ 3 റോട്ടറി ആണുള്ളത്. അപ്പോൾ ഇതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റെഡ്, യെല്ലോ, ബ്ലൂ 3 ഇൻഡിക്കേഷൻ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലൊക്കെ ഫേസ് ഉണ്ടെങ്കിൽ ഇത് ഇൻഡിക്കേഷൻ ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മൾ ഇതിൽ ഈ സൈഡിൽ കാണുന്നത് റെഡ്, യെല്ലോ, ബ്ലൂ. ഇത് നമ്മൾ ഈ ഒരു സ്ലോട്ട്, അതായത് ഇതിലേക്കുള്ള MCB 4 MCB ഇവിടെയും വരും, 4 MCB വരും. അപ്പോൾ ഈ MCB അടിഭാഗം ഷോർട്ട് ചെയ്തതിന് ശേഷം ഈ റെഡ് നമ്മൾ ഇതിൻ്റെ അടിയിലേക്ക് ഇവിടെ ഷോർട്ട് ചെയ്യും. ഇതേപോലെ തന്നെ നേരത്തെ ചെയ്തപ്പോൾ MCBൻ്റെ അടി ഷോർട്ട് ചെയ്തിട്ട് യെല്ലോ ഇവിടെ കൊടുക്കും. അതേപോലെ തന്നെ ഇതിൻ്റെ MCB എല്ലാം ഷോർട്ട് ചെയ്തിട്ട് ഇതിൻ്റെ അടിയിലും കൊടുക്കും. അപ്പോൾ നമ്മൾ സെപ്പറേറ്റ് ആയിട്ട് ഓരോ റൂമിൽ നിന്ന് വരുന്ന ലോഡ് നമ്മൾ MCBയിൽ നിന്ന് ഡയറക്റ്റ് ഇവിടുന്ന് ഓരോ MCBക്ക് കൊടുക്കുക. അപ്പോൾ ഇങ്ങനെ കൊടുക്കുന്ന സമയത്ത് നമുക്ക് 3-4 AC ഒക്കെ ഉണ്ടെങ്കിൽ 3 AC ഒക്കെ ഉണ്ടെങ്കിൽ സെപ്പറേറ്റ് ആയിട്ട് ലോഡ് കൊടുക്കുക 3 ഫേസ് ആകുമ്പോൾ. അപ്പോൾ ഇതിൽ മുകളിൽ വരുന്ന ഒരു AC യും അതേപോലെ തന്നെ ഹീറ്ററും അങ്ങനെയൊക്കെ വരുന്നുണ്ടെങ്കിൽ നമ്മൾ സെപ്പറേറ്റ് ചെയ്ത് ഓരോ ഇതിൽ കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കറണ്ടൊക്കെ ഏതെങ്കിലും ഒരു ലൈനിൽ പോവുകയാണെങ്കിൽ, അപ്പോൾ ഇതിൽ 6 ഉണ്ട്, ഇവിടെ Y പോയി കഴിഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഇതിൽ ചേഞ്ച് ചെയ്തിട്ട് ഇത് 6ലേക്ക് ആയി കഴിഞ്ഞാൽ ഇവിടെ 6, ഇവിടെ യെല്ലോയിൽ നമുക്ക് 6 ഇവിടെ കിട്ടും. അപ്പോൾ ഇത് ഔട്ട്പുട്ടാണ് ഈ വരുന്ന 3 വയർ. അതേപോലെ തന്നെ ഇതിലൊരു ബ്ലാക്ക് വയർ ഇവിടെ കാണാം. അപ്പോൾ നമ്മൾ ഔട്ട്പുട്ടിൽ ഈ ഒരു ഇൻഡിക്കേറ്ററിൻ്റെ ന്യൂട്രലാണ് വരുന്നത്. അപ്പോൾ ഫേസ് നമുക്ക് ഓൾറെഡി ചേഞ്ച് ചെയ്യുന്ന സമയത്ത് ഇവിടെ കിട്ടും. പിന്നെ നമുക്ക് ഇതിൻ്റെ ഇൻപുട്ടാണ് വരുന്നത്, അതായത് റെഡ്, യെല്ലോ, ബ്ലൂ, അതായത് ഈ റോട്ടറിയിലേക്ക് വരുന്ന ഇൻപുട്ട് ഇങ്ങനെ കാണാം. അപ്പോൾ നമുക്ക് ഇൻപുട്ട് ഇവിടെ കാണാം, ഈ റോട്ടറിയിലേക്ക് പോകുന്നത് ഇവിടെ റെഡ്, യെല്ലോ, ബ്ലൂ. അപ്പോൾ നമ്മൾ ഇവിടെ ഓൾറെഡി എല്ലാ ഫേസും നമ്മൾ ഈ റോട്ടറിയിൽ ഉണ്ടാവും. അപ്പോൾ നമുക്ക് ഏത് ഫേസാണ് വേണ്ടത് നമ്മൾ ചേഞ്ച് ചെയ്തിട്ട് ഈ ഔട്ട് ഇതിലേക്കാണ് വരിക. അപ്പോൾ നമ്മൾ ഈ റെഡ് കൊടുത്തിരിക്കുന്നത് നമുക്ക് കോമൺ ആയിട്ട് ഇത് നമുക്ക് ഫസ്റ്റ് ഇത് Rലും ഇത് Yലും അതേപോലെ തന്നെ ഇത് Bയിലുമാണ് വേണ്ടത്. അപ്പോൾ ഇങ്ങനെയാണ് ഓൾറെഡി ഒരു ഫേസ് ഉണ്ടാവും. അപ്പം ഈ ഒരു MCBൻ്റെ അടിഭാഗത്ത് R ഉണ്ടാവും, യെല്ലോ ഉണ്ടാവും, ബ്ലൂ ഉണ്ടാവും. പിന്നെ നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഏതെങ്കിലും ലൈന് പോയി കഴിഞ്ഞാൽ ഒരു ലൈന് മാത്രമേ ഉള്ളെങ്കിൽ, 6 മാത്രമേ ഉള്ളെങ്കിൽ, അപ്പോൾ ഇത് Rലാണ് ഇവിടെ ഔട്ട്പുട്ട് MCBയിൽ അടിഭാഗത്തുണ്ടാവും. അപ്പോൾ ഇത് Yയിലാണ് നമുക്ക് ഇവിടെ കണക്ഷൻ, അതായത് ലൈന് Y ഇല്ലെങ്കിൽ ഉണ്ടാവില്ല. അപ്പോൾ Yയിലേക്ക് ആക്കണമെങ്കിൽ നമുക്ക് ഈ റെഡ് മാത്രമേ ലൈനുള്ളെങ്കിൽ നമുക്ക് ഇതും റെഡിലേക്ക് ആക്കണം, അതേപോലെ തന്നെ ഇതും റെഡിലേക്ക് ആക്കണം. അതേപോലെ തന്നെ ഏത് ഫേസാണ് ഉള്ളത് വെച്ചാൽ അതിനനുസരിച്ച് റോട്ടറി നമ്മൾ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ഇതിലൊക്കെ നമുക്ക് കിട്ടും. അതുപോലെ തന്നെ ഈ ഒരു കട്ടിങ് നമുക്ക് 6 വരുന്നുണ്ട്. അതിൽ നമുക്ക് ഒരു ഐസൊലേറ്റർ ഇവിടെ വെക്കാം, അതേപോലെ തന്നെ LCB വെക്കാം. അഥവാ ഇനി ഐസൊലേറ്റർ വെച്ചില്ലെങ്കിൽ LCB മാത്രമായാലും നമുക്ക് കൊടുക്കാം. അപ്പോൾ ഐസൊലേറ്ററും LCBയും വെക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് മീറ്ററിൽ നിന്ന് വരുന്ന, അതായത് മെയിൻ സ്വിച്ച് കഴിഞ്ഞ് വരുന്ന RYB നമുക്ക് ഇവിടെ കൊടുക്കും. RYB ന്യൂട്രൽ ഇവിടെ കൊടുക്കും. ന്യൂട്രൽ ഐസൊലേറ്ററിൽ ആദ്യം കൊടുക്കും ഇന്ന് വരുന്നത്, അതായത് മെയിൻ സ്വിച്ചിൽ നിന്ന് വരുന്ന ഇന്ന് ഇവിടെ കൊടുക്കും. ഔട്ട് ഇവിടെ നിന്ന് എടുത്തിട്ട് ഈ ഔട്ട് എടുത്തിട്ട് LCBൻ്റെ ഇന്നിലേക്ക് കൊടുക്കും. അപ്പോൾ LCBൻ്റെ ഔട്ടിൽ നമ്മൾ ഇതിൻ്റെ 6 ഇവിടുന്ന് റോട്ടറിയിൽ നിന്ന് ഇവിടുന്ന് വരുന്ന ഈ ഒരു RYB ഈ ഒരു LCBയുടെ ഔട്ട് നിന്നാണ് കൊടുക്കുക. അപ്പോൾ അതിൽ നിന്ന് ഇത് കൊടുത്തു കഴിഞ്ഞാൽ ഇതിലേക്കുള്ള കണക്ഷൻ നമുക്ക് സെപ്പറേറ്റ് കിട്ടും. പിന്നെ നമ്മൾ ന്യൂട്രൽ നമ്മൾ കൊടുക്കുക, ഇവിടുന്ന് ന്യൂട്രൽ നമ്മൾ ഇവിടെ വരും, അതേപോലെ തന്നെ LCBക്ക് കൊടുക്കും. LCB നമ്മൾ ന്യൂട്രൽ ഈ ഒരു ഇതിലെ DBയിലെ നമുക്ക് ഇവിടെ DB ഇവിടെ കാണാം, DBയിലെ ന്യൂട്രൽ ബസ് ബാർ കണക്ട് ചെയ്യാനുള്ളതാണിത്. ഈ ബസ് ബാറിലേക്ക് കൊടുക്കും. അതേപോലെ തന്നെ ഇവിടെ എർത്ത് ഉണ്ടാവും, എർത്തും ഇവിടെ കൊടുക്കും. അതല്ല നമുക്കൊരു 3 ഫേസ് മോട്ടർ വർക്ക് ചെയ്യിക്കണമെങ്കിൽ നമ്മൾ ഈ ഒരു LCBൻ്റെ മോൾ ഭാഗത്ത് വരുന്ന ഈ 6 അതേപോലെ തന്നെ RYB ഈ ഒരു RYB പോകുന്ന അതേ കണക്ഷൻ തന്നെ നമുക്ക് 3 കണക്ഷൻ എടുത്താൽ നമുക്ക് 3 ഫേസ് മോട്ടർ വേണമെങ്കിൽ വർക്ക് ചെയ്യിക്കാം. 3 ഫേസ് മോട്ടർ AC എന്ത് വേണമെങ്കിൽ വർക്ക് ചെയ്യിക്കാം. അതേപോലെ തന്നെ ഈ ഒരു ഇൻഡിക്കേഷൻ റെഡ്, യെല്ലോ, ബ്ലൂ ഇത് നമ്മൾ കറക്റ്റ് RYB ഉണ്ടെങ്കിൽ മാത്രം കത്ത് വന്നല്ല, നമ്മൾ ഏത് റോട്ടറിൻ്റെ ഔട്ട് ഏത് R ആണെങ്കിലും Y ആണെങ്കിലും ഏത് ഇതിലാണെങ്കിലും ഇത് റെഡ് കത്തും, അതേപോലെ തന്നെ യെല്ലോ കത്തും, ബ്ലൂ കത്തും. അപ്പോൾ നമ്മൾ R കൊടുത്താലും Y കൊടുത്താലും നമുക്ക് ഔട്ട്പുട്ടിലേക്ക് വരുന്ന ഈ ഒരു കണക്ഷൻ മാത്രമേ ഇത് കത്തുള്ളൂ. അല്ലാതെ നമുക്ക് ഇപ്പോൾ പെട്ടെന്ന് ഇത് ഓഫിലിട്ട് കഴിഞ്ഞാൽ ഇതൊക്കെ ഓഫിലിട്ട് കഴിഞ്ഞാൽ ഈ LED ഒന്നും കത്തില്ല. അതേപോലെ തന്നെ നമുക്ക് MCBൻ്റെ അടിയിലേക്ക് കണക്ഷനും വരില്ല. അപ്പോൾ നമ്മളിത് Rലിട്ടാലും Yലിട്ടാലും Bയിലിട്ടാലും ഈ ഒരു LED കത്തും. അതേപോലെ തന്നെ ഇത് യെല്ലോ അങ്ങനെ തന്നെ, നമ്മൾ ഓഫിലിട്ടാൽ മാത്രമേ അത് ഓഫ് ആവുള്ളൂ. നമ്മൾ RYB ഇതിലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ LED കത്തും, യെല്ലോ കത്തും. അതേപോലെ തന്നെ ഓഫിലിട്ടാൽ അത് ഓഫ് ആവും. ഇതും RYB ഇതൊക്കെ ഇട്ട് കഴിഞ്ഞാൽ ഇതും Yലിട്ടാലൊക്കെ ഇത് പ്രകാശം ചെയ്യും. ഈ ഒരു റോട്ടറിയുടെ കപ്പാസിറ്റി എന്ന് പറയുന്നത് 440 വോൾട്ട് 63 ആംപിയറാണ്. അതേപോലെ 3ൻ്റെയും കപ്പാസിറ്റി വരുന്നത്.
അപ്പോൾ ഇതൊരു 3 phase 4-way DB ആണ്. 4-way DB എന്ന് ഉദ്ദേശിക്കുന്നത് ഈ വലത്തുഭാഗത്ത് കാണുന്ന 3 കട്ടിങ്, അതിൽ ഓരോ കട്ടിങ്ങിൽ 4 MCB വെച്ച് കൊടുക്കും. അതാണ് 4-way എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ചാനലൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല വീഡിയോ ആയിരിക്കണം. ഓക്കെ ബൈ.